അസഹനീയം തന്നെ. ഇതൊക്കെ നിർത്തി വെച്ചേ. ഇല്ല, നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണേ നിന്നെ കാണിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഡെയിലി എന്റെ സ്റ്റോറി റീൽസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് പ്രായഭേദമന്യുള്ള എത്ര ആരാധകരാണ് കാത്തിരിക്കുന്നത് അറിയാമോ? ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയ ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. ഇതിപ്പൊ കേട്ടതേ അസൂയയുടെ സ്വരം. ഇതിലൊന്നും എന്നെ തളർത്താനാവില്ല മോളെ. നിങ്ങൾ നോക്കി എന്റെ റീൽസ് ഒക്കെ വൈറലായി എന്നെ സിനിമ എടുക്കില്ലെന്ന് അറിയണ്ടെന്ന്. മലയാള സിനിമ അത്രയ്ക്ക് അധപ്പതിച്ചു പോയിട്ടൊന്നുമില്ല. അഥവാ ഇനി അബദ്ധം പറ്റി നിന്നെ വിളിച്ചെന്ന് ഇരിക്കട്ടെ, അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് തന്നെ മനസ്സിലാവും ക്യൂട്ട്നെസ് വാരി വിതറലല്ല അഭിനയം. വേണ്ടേ, പണ്ടത്തെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു കലാപ്രതിഭയാണ് നീ ചൊറിയുന്നത്. എന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, കാണോ? കലാപ്രതിഭ എന്നായിരിക്കത്തില്ല, കലാപ്രതിമ എന്നായിരിക്കും. തീരെ അങ്ങ് അസൂയൊന്നുമില്ലല്ലേ? നീ പറഞ്ഞതിനൊക്കെ ഖേദിക്കുന്ന ഒരു സമയം വരും, നോക്കിക്കോ. ആയിക്കോട്ടെ. അല്ല ജിജോ, ഒന്ന് നേരിട്ട് വിളിച്ച് പറയോ പ്ലീസ്? പ്ലീസ് വെക്കല്ലേ. ഹലോ, ഒരു സെക്കൻഡ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹലോ. എന്താ രാവിലെ തന്നെ 8ന്റെ പണിയായി കിട്ടിപ്പോയി. എന്താ ഇന്നലെ കേറിയെന്ന് വെച്ചല്ലോ, അവനിന്ന് വരുന്നില്ല, ലീവാണത്രേ. എന്താ പറയാത്തെ? അച്ഛന് വയ്യായ്മ കൂടി 2 ദിവസം കാണില്ലെന്നാ പറഞ്ഞേ. അതിനാണ് നീ 8ന് പണി എന്നൊക്കെ പറഞ്ഞത്? അതൊരാളുടെ സിറ്റുവേഷൻ അല്ലേ. നിനക്ക് തീരെ മനസാക്ഷിയില്ല കേട്ടോ സോനു. അതെ, എനിക്ക് ലേശം മനസാക്ഷി കുറവാണ്. മനസാക്ഷി ധാരാളം ഉള്ളത് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ആ രാക്ഷസോട് നേരിട്ട് പോയി അവതരിപ്പിച്ചോ ജിജോ വരില്ലെന്നുള്ളത്. അല്ല, ഞങ്ങൾ എന്തിനാ പോയി പറയണേ? ജിജോ നേരിട്ട് നിന്നല്ലേ വിളിച്ചു പറഞ്ഞേ, അപ്പൊ നീ തന്നെ പോയി ആ തള്ളനോട് പറ. അതെ, നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മനസാക്ഷി, അതിടയ്ക്ക് എന്നോട് കൂടെ കാണിക്കാൻ കേട്ടോ. അവൻ വരില്ലെന്നുള്ള കാര്യം അവന് നേരിട്ട് വിളിച്ച് പറഞ്ഞ എന്താ കുഴപ്പം? ഇതിപ്പോ ഞാൻ ചെന്ന് പറഞ്ഞ് അതിന്റെ ചീത്തോടെ ഞാൻ കേൾക്കേണ്ടി വരും. നിങ്ങൾ സ്ത്രീകളാവുമ്പോ ഇതിന്റെ ആഘാതം കുറയും, ഞാനാവുമ്പോ കൂടും. ആ പെണ്ണുമ്പോഴാണെങ്കിൽ മഹാപുരുഷോരതാണെങ്കിൽ പലപ്പോഴും തോന്നാറുണ്ട്. അതെ, നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് സോനു. അവർക്ക് ഈ കടിച്ചീറാനായിട്ടേ ജെൻഡർ ഒന്നും അവര് നോക്കത്തേ ഇല്ല. അതുകൊണ്ടേ ഞങ്ങക്ക് സൗകര്യമില്ല, നീ തന്നെ പോയി പറഞ്ഞാൽ മതി കേട്ടോ. അതെ, ഒരു സഹജീവി മനോഭാവം കാണിച്ചോടെ പ്ലീസ്. രാവിലെ തന്നെ ചെന്ന് കേറി കൊടുത്ത ദിവസം വെറുത്തു. അത് വിട്, നീ ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. രാവിലെ തന്നെ ഇത്രയൊരു മോശ അവസ്ഥയിലൂടെ നീ കടന്നുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നേരിടാനായിട്ടുള്ള പവർ നിനക്ക് കിട്ടൂലേ? അതുകൊണ്ട് നീ തന്നെ പോയി പറ. ഓൾ ദി ബെസ്റ്റ്. ദുഷ്ടകളെ, എനിക്കൊരു അവസരം വരും, അന്ന് ഞാൻ കാണിച്ചുതരാം. ശരാ, താനെന്താ കളിക്കുകയാണോ? എന്റെ സമയത്തിന് വിലയില്ലേ? ഇന്ന് രാവിലെ 9:30 മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്നൊരു അത്യാവശ്യം പൊട്ടി മുളച്ചു എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്റെ ആദ്യത്തെ ഒത്തുള്ളാനായിട്ട് ഞാൻ തന്നെ കളിപ്പിള്ളയാണോ? സബാഷ്, പറ്റിയ സമയം കയറാൻ. കർത്താവേ കാത്തോളണേ. മാം, മേ ഐ കം ഇൻ? എടോ, തനിക്ക് വിവരം ഉണ്ടോടോ? അകത്ത് കയറുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ചോദ്യമാണ് മേ ഐ കം ഇൻ, അല്ലാതെ അകത്ത് കേറിയിട്ട് മുഴിയേണ്ടതല്ല. സോറി മാം. കാര്യം പറഞ്ഞിട്ട് പോ സോനു. മാം, അത് ലീവ്. മാസം തുടങ്ങിയില്ല, അതിനു മുമ്പ് നിനക്ക് ലീവ് വേണല്ലേ? എടാ, നിന്നോട് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്ത് തീർത്തിട്ടുണ്ടോ സോനു? അതല്ല മാം, എനിക്ക് നിന്റെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. റെസ്പോൺസിബിലിറ്റി. ആക്ച്വലി മാം, ലീവ് നിന്നോടല്ലേ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞേ. ഇറങ്ങി പോവാൻ നോക്ക. ഈ വെള്ളം കിട്ടാതെ ചവിടി താടകെ. ആ സോനുവിനെ കുട്ടി വന്നാ മതിയായിരുന്നു. പാവം, ഇന്ന് അവിടുന്ന് കണക്കിന് വാങ്ങുന്നുണ്ടാവും. പക്ഷെ മനസ്സാ വാച അറിയാത്ത കാര്യത്തിനായിരിക്കുമല്ലോ അവന് വഴക്കൊന്ന് വാങ്ങുന്നല്ലേ. അത് സാരമില്ല, നമ്മളെ അവിടെ കണ്ടില്ലെങ്കിൽ അവ എന്തായാലും ഇങ്ങോട്ട് തന്നെ വന്നോളും. നമ്മളിവിടെ ഉണ്ടാവുന്നവനെ അറിയാലോ. ഒരു കാലത്ത് ആ കാലമാടത്തേക്ക് ആട് കിട്ടരുതേ ദൈവമേ. ഒരു പുരുഷന്റെ ജീവിതം എന്നെ ചിന്ന ഭിന്നമാക്കരുതേ. നല്ല കടുപ്പത്തി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, നല്ല പോയാലും പറഞ്ഞില്ലേ, വന്നൊരു കോഫിയൊക്കെ കുടിക്കും. പോയ കാര്യം ഉണ്ട പറഞ്ഞു, അതെന്നെ പറയാൻ സമ്മതിക്കണ്ട ഭ്രാന്തി. അയ്യോ, അപ്പൊ പറഞ്ഞില്ലേ? ഇല്ലെന്നേ, ഞാൻ ലീവെന്ന് പറഞ്ഞു എന്നെ കടിച്ചു കയറേണ്ടി വന്നു. നിനക്ക് ഇടിച്ചു കയറി എന്തിനു പറഞ്ഞുകൂടായിരുന്നു? ഇനിയിപ്പോ പറയായിരുന്ന എല്ലാം നിന്റെ തലയിൽ തന്നെ ആവും. ആ, ഞാൻ കസാരയിൽ എന്ന് പറയുന്നത് സുഖാണല്ലേ, എന്റെ വാരികൊന്നും കേട്ട് പിടിക്കരുത്. ആ ഭ്രാന്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ തന്നെ ശരീരം ആകെ ഒഴിഞ്ഞു.
എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല, അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. ഇനി എന്നാണാവോ നമുക്കല്ലേ ഇതിന്നൊരു മോചനം കിട്ടാൻ പോകുന്നത്? ഒരു ദിവസം എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ഈ ഓഫീസെല്ലാം വലിച്ചു ഒട്ടിക്കും ഞാൻ മഹാ മോശമാണ്, അവർക്ക് എന്നെ അറിഞ്ഞൂടാ. നിങ്ങൾ ഇതിനായിട്ട് പഠിക്കണ്ട, നിങ്ങൾ ഞാൻ ചെയ്തില്ല. അയ്യോ ജസ്റ്റ് മിസ്, ഒരു സെക്കൻഡ് മുന്നേ നീ പറയുന്നത് ഇപ്പൊ വലിച്ച് ഫിറ്റ് കൊണ്ട് ചെയ്യാൻ. പതുക്കെ പറ, കേൾക്കാൻ സാധനം. ഇത്രയും നേരം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. ഉള്ളിൽ ഇത്രയും പേടി വെച്ചിട്ടാണോ മോനി ഇവിടെ കിടന്ന് തള്ളി മറിച്ചത്? അതിപ്പോ ജീവനിൽ കൊതിയുള്ള ആരായാലും ഒന്ന് പേടിച്ചു പോകും. എന്റെ സ്ഥാനത്ത് ഇപ്പൊ നിങ്ങളായാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നോണ്ടാണോ ഇത്ര പതുക്കെ സംസാരിക്കുന്നേ? അതോ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ല മാം, മാമിനൊരു ശല്യം ആണെന്ന് കരുതി പതുക്കെ പറഞ്ഞോളൂ. എന്നിട്ട് കോഫി കുടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. എന്നാ പിന്നെ അവനവന്റെ പണി നോക്കി പൊക്കൂടെ? എന്തിനാ ഇവിടെ വെറുതെ ഇരുന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം പരദൂഷണം പറഞ്ഞു കളയുന്നേ? അല്ല ഞങ്ങൾ പോവാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഒരു മിനിറ്റ്, ഇന്നലെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ഒരുത്തനില്ലേ, ഹെഡ് ഓഫീസിൽ നിന്ന് ശുപാർശ കത്തൊക്കെ മേടിച്ച്? അവനിവിടുത്തെ കൃത്യസമയം ഒന്ന് അറിഞ്ഞൂടാ? നേരത്തെ വരണ്ട നിങ്ങളാരും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ശരിയായില്ലേ 3 പേർക്കും? ചോദിച്ചതിന് ആൻസർ പറ. അത് ഞങ്ങൾക്കറിയില്ല. സോനുവിനറിയാം. എന്നാ സോനുവിന് ആദ്യം പറഞ്ഞൂടെ? അവനെ അടപ്പിക്കളക്കാം. അത് നിന്ന് ചവിട്ടി കളിക്കാതെ പറയടാ. മാം, ജിജു രാവിലെ 8:50 വിളിച്ചിരുന്നു. അച്ഛന് സുഖമില്ല തന്നെ അടുത്ത കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ മാത്രമേ ഓഫീസിൽ വരാൻ സാധിക്കുള്ളൂ. അത് മാമിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ക്യാബിനിലേക്ക് വന്നത്. പക്ഷെ മാം അത് എന്റെ ലീവിന് വേണ്ടിയാണെന്നുള്ള തെറ്റിദ്ധാരണ എന്നെ അടിച്ചിറക്കുകയും ചെയ്തു. ഇത്രയും കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ പറഞ്ഞാൽ പോരായിരുന്നു. കുത്തിയുള്ള ആൾക്കാർ പുച്ഛായിരുന്നില്ലടാ. ഇത്രയും ചെറിയ കാര്യം പറയുന്നത് രാവിലെ നീ കിടന്ന് പ്രാസന് മൊത്തം കാണിച്ചു. വന്ന് ഒരു ദിവസം പോലും ആയില്ല, അതിനു മുമ്പ് ലീവ് എടുത്തു. എന്നിട്ട് എന്നെ അറിയിക്കേണ്ട കാര്യം എന്നെ അറിയിക്കാൻ, നിന്നെ അറിയിക്കാൻ നീ ഇവിടുത്തെ ആരാ? അതും പോരാഞ്ഞിട്ട് അതിന്റെ അടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഒരാൾ വന്ന് ചിരിച്ച് കളിച്ച് കാണിച്ചപ്പോഴത്തേക്കും കള്ളത്തിനൊക്കെ കൂട്ടു വെക്കുവാണല്ലേ? ശരിയാക്കി തരാം. അല്ല മാം, താൻ ഇനി ഒരു ചുക്കും പറയടാ. നിങ്ങൾ കൂടെ അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? അല്ല മാം, രാവിലെ സോനു ഞങ്ങളോട് ഇത് പറഞ്ഞായിരുന്നു. പക്ഷെ മാമിനോട് പറയാൻ പറഞ്ഞത്, പക്ഷെ അവൻ കേട്ടില്ല. അല്ലേടി? അതെ. ഓഹോ, അപ്പൊ കൂടെ ഉള്ളവര് പറഞ്ഞിട്ടും താൻ ഈ പരിപാടി കാണിച്ചല്ലേ? ഈ മാസം തനിക്കുള്ള ക്യാഷ്വൽ ലീവ് കട്ട്. തനിക്ക് ഈ മാസം LOP മാത്രമേ ഉള്ളൂ. എന്റെ മുതലാളിച്ച താടകോട് ഞാൻ ക്ഷമിക്കും. പക്ഷെ എന്റെ കൂടെ നിന്ന് എന്നെ പിന്നിലിട്ട് കുത്തിയ 2 എണ്ണം, നിന്നെ 2നോട് ഞാൻ ക്ഷമിക്കില്ല. നീയൊക്കെ ഖേദിക്കും.